ജയിച്ച് സെമി ഉറപ്പിക്കേണ്ട ഒരു കളി, സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി സൗത്ത് ആഫ്രിക്കയെ പുറത്തേക്ക് തള്ളേണ്ട ഒരു കളി ഇന്ത്യ നോക്കുവാണെങ്കിൽ കോംപ്ലിക്കേറ്റ് ആക്കുന്നു. ഇന്ത്യ പറയുകയാണ് ഞങ്ങൾ മത്സരത്തെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പോവുകയാണ്. അടുത്ത 2 കളി ഞങ്ങൾ ടീമുകളെ പരാജയപ്പെടുത്തി ഞങ്ങൾ സെമി ഉറപ്പിക്കാൻ പോവാണ്. മത്സരത്തെ കുറച്ചും കൂടെ രോമാഞ്ചം ഉണ്ടാക്കാൻ പോവാണ്. അടുത്ത 2 കളി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണോ? ബംഗ്ലാദേശിനെതിരെ നിങ്ങൾ ജയിച്ചു എന്ന് ഞാൻ ഇപ്പോഴേ ഉറപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അവസാനം കളിക്കാനുള്ള ടീം ഏതാ? മൈറ്റി ഓസ്ട്രേലിയ. മെൻസ് ടീമിനെ കാട്ടി അപകടകരമായ ഒരു ടീമാണ് വുമൻസ് ടീം. ഓസ്ട്രേലിയയുടെ 6 കിരീടം നേടിയ ഒരു ടീമാണ്. 50 ഓവറിനകത്ത് സെമി ഫൈനലിനകത്ത് നമ്മൾ അവരെ പരാജയപ്പെടുത്തിയതുപോലെ അല്ല T20ക്ക് അത് പരാജയപ്പെടുത്തുക വെച്ചാൽ. അവരുടെ ബാറ്റിംഗ്, അവരുടെ ബോളിംഗ്, അവരുടെ ഫീൽഡിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ എത്രയോ ബെറ്റർ ആണ്. ഇന്ത്യ നോക്കുവാണെങ്കിൽ സെമി ഫൈനലിലോട്ടുള്ള വാതിലിനെ കൊട്ടി അടയ്ക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചു. ഇന്ന് ഇന്ത്യ എവിടെയാണ് തോറ്റത്? ബാറ്റിംഗ് പവർ പ്ലേ നോക്കുവാണെങ്കിൽ ഇന്ത്യ തരക്കേടില്ലാത്ത രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. 59 റൺസിൽ 2 വിക്കറ്റ്. എന്നാൽ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് പവർ പ്ലേ എന്തുവായിരുന്നു? 6 ഓവറിനകത്ത് 25 റൺസ് 2 വിക്കറ്റ് നഷ്ടപ്പെടുന്നു അവർക്ക്. 10 ഓവറിനകത്ത് 59 റൺസ് 2 വിക്കറ്റാ സൗത്ത് ആഫ്രിക്കയ്ക്ക്. അവിടുന്ന് ഈ മത്സരത്തെ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ചോക്ക് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ നോക്കുവാണെങ്കിൽ ചോക്ക് ചെയ്തു. 10 ഓവറിനകത്ത് 59 റൺസ് 2 വിക്കറ്റ് പോയ സൗത്ത് ആഫ്രിക്കയ്ക്ക് നമ്മൾ താലത്തിനകത്ത് മത്സരത്തെ വെച്ച് കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ ബോളർമാർ, ഇന്ത്യയുടെ ഫീൽഡർമാർ, ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ. ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും ഇന്ത്യൻ ക്യാപ്റ്റന്റെ മോശമായിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ആയിരുന്നു, മോശമായിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻ ആയിരുന്നു. ശ്രീശരനെ നോക്കുകയാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. 6ാമത്തെ ഓവറിനകത്ത് 2 വിക്കറ്റാണ് എടുക്കുന്നത്. അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ 2 വിക്കറ്റ് എടുത്തു, ഇന്ത്യ മത്സരത്തിലോട്ട് കൊണ്ടുവരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ശ്രീശരനെ നോക്കുകയാണെങ്കിൽ അവിടെ കാണാനില്ല. ദീപ്തി ശർമ്മയെ നോക്കുകയാണെങ്കിൽ 8ാമത്തെ ഓവറിൽ കൊണ്ടുവരുന്നു, പിന്നെ കൊണ്ടുവരുന്നു 16ാമത്തെ ഓവറിലാണ്. അവിടെ നോക്കുകയാണെങ്കിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. റോങ് ആയിട്ടുള്ള സൈഡിൽ ബോളർമാരെ യൂട്ടിലൈസ് ചെയ്യുന്നു. ദീപ്തി ശർമ്മയെ നോക്കുകയാണെങ്കിൽ 19ാമത്തെ ഓവർ റീക്കാൻ കൊടുക്കുന്നു. സ്പിന്നറിനെ 16 റൺസ് ആ ഓവറിനകത്ത് വഴങ്ങുന്നത്. അവിടെ തന്നെ നോക്കുകയാണെങ്കിൽ മത്സരം ഇന്ത്യ പരാജയപ്പെടുന്നു. മോശമായിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു. ലെഗ് സൈഡിനകത്ത് ഫീൽഡ് പ്ലേസ്മെന്റ് വെച്ചിട്ട് ഇന്ത്യയുടെ ബോളർമാർ നോക്കുകയാണെങ്കിൽ ഓഫ് സൈഡിനകത്ത് ബോൾ ഇട്ട് കൊടുക്കുന്നു. ഡ്രൈവ് കണ്ടെത്തി സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റ്സ്മാൻമാർ ഈസി ആയിട്ട് ബൗണ്ടറി കണ്ടെത്തുന്നു. എന്താണ് ബോളർമാർക്ക് വേണ്ട ആ ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് ആണോ ഇന്ന് കൊടുത്തത്? ആരെക്കാളും ഏറ്റവും കൂടുതൽ T20 മത്സരം കളിച്ച് പരിചയമുള്ള ഇന്ത്യയുടെ ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ ക്യാപ്റ്റൻസിയിൽ പരാജയമായിരുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു പേസ് ബോളറെ കുറച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. സൗത്ത് ആഫ്രിക്ക നോക്കുവാണെങ്കിൽ അവർ ഒരു പേസ് ഫാക്ടറി ആയിട്ട് വന്ന് കളിക്കുന്നു. അവർ പേസ് ബോളർമാർ എറിഞ്ഞവരെല്ലാം വിക്കറ്റ് എടുക്കുന്നു. ഇന്ത്യൻ ബാറ്റ്സ്മാരെ സ്ട്രഗിൾ ചെയ്യുന്നു. ഇന്ത്യ നോക്കുവാണെങ്കിൽ ഇന്ന് 2 പേസ് ബോളർമാരുമായിട്ടാണ് കളിച്ചത്. പേസ് ബോളർമാർ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, മീഡിയം ബോളർമാരുമായിട്ടാണ് കളിച്ചത്. ഇന്ത്യ ഒരു ലെഗ് സ്പിന്നറെ ഇട്ടത്, പ്രേമ രാവത്ത് എന്ന് പറഞ്ഞൊരു ലെഗ് സ്പിന്നറെ 2 ഓവർ എറിയാൻ കൊടുത്തത്. 20 റൺസ് വഴങ്ങിയ, അതായത് 10 റൺസിന് മേളിലായിരുന്നു എക്കണോമി നോക്കുവാണെങ്കിൽ. കേവലം 2 ഓവറാണ് കൊണ്ടുവന്നത്. നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ബോളർമാരില്ലായിരുന്നു, ഇന്ത്യയുടെ ഫീൽഡ് പ്ലേസ്മെന്റ് മോശമായിരുന്നു, ഇന്ത്യയുടെ ക്യാപ്റ്റൻസി മോശമായിരുന്നു. അതുപോലെ തന്നെ ടീം സെലക്ഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ വളരെ മോശമായിട്ടുള്ള ഒരു ടീം സെലക്ഷൻ. അതുപോലെ തന്നെ എത്ര ക്യാച്ച് കൊണ്ട് കളഞ്ഞത്? ക്യാപ്പിന്റെ 2 ക്യാച്ച് നമ്മൾ കൊണ്ട് കളഞ്ഞു. ക്യാപ്പിന് 27 റൺസ് നമ്മൾ കിട്ടിയതാ, അവിടെ കൊണ്ട് കളയുന്നു. സെയിം ഫീൽഡ് തന്നെ നോക്കുവാണെങ്കിൽ 2 ക്യാച്ചിനെ കൊണ്ട് കളയുന്നു. മത്സരത്തെ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് കൈവളെ കൊണ്ട് കൊടുക്കുന്നു. ഈസി ആയിട്ട് നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക മാച്ചിലോട്ട് തിരിച്ചു വരുന്നു. ക്യാപ്പ് നോക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്നല്ലേ മത്സരത്തെ പരാജയപ്പെടുത്തിയത്. ക്യാപ്പും ബ്രിഡ്സും കൂടെ ചേർന്ന് ഒരു 97 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയപ്പോഴത്തേന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്തോ ചെയ്യുമായിരുന്നു, ഇന്ന് ഉറങ്ങുമായിരുന്നു. മോശമായിട്ടുള്ള നോക്കുവാണെങ്കിൽ അവിടെ ഒരു ബോളിംഗ് റൊട്ടേഷൻ ആയിരുന്നു അവിടെ നടത്തിയത്. ദീപ്തി ശർമ്മയും ശ്രീശരനെയും കൂടെ നോക്കുവാണെങ്കിൽ അല്പം കൂടെ മുമ്പേ കൊണ്ടുവന്ന് അവിടെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു അവരെ. നോക്കുവാണെങ്കിൽ അത് ചെയ്യാൻ ഇന്ത്യയുടെ ക്യാപ്റ്റന് കഴിയുന്നില്ല. ഇന്ത്യയുടെ ഫീൽഡർമാർ നോക്കുവാണെങ്കിൽ ക്യാച്ചസ് വിട്ടുകൊണ്ട് കളയുന്നു. ഇങ്ങനെ ക്യാച്ചസ് കൊണ്ട് വിട്ട് കളയുന്ന ഒരു ടീം എങ്ങനെ നമുക്ക് സെമി ഫൈനലിനകത്ത് വിജയിക്കുമെന്ന് പറയാൻ പറ്റും? എങ്ങനെ ഓസ്ട്രേലിയ നോക്കൌട്ട് മാച്ചിനകത്ത് പരാജയപ്പെടുത്തുമെന്ന് പറയാൻ പറ്റും? അത്ര മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻസി എടുത്ത് പറയുമ്പോഴത്തേനും ലോറ വോൾവാർട്ടിന്റെ ക്യാപ്റ്റൻസി എടുത്ത് പറയണം. ബ്രില്യൻ്റ് ആയിട്ട് ബോളർമാരെ യൂട്ടിലൈസ് ചെയ്തത്. ആദ്യത്തെ 3 ഓവറിനകത്ത് 30 റൺസാ, ഇന്ത്യയുടെ വിക്കറ്റ് പോകുന്നില്ല. അവിടെ നോക്കുവാണെങ്കിൽ അവരുടെ മെയിൻ ബോളറെ കൊണ്ടുവരുന്നു, സ്മൃതി മന്ദാനയുടെ വിക്കറ്റ് എടുക്കുന്നു. ഷഫാലി വർമ്മ നോക്കുവാണെങ്കിൽ സ്പിന്നർക്കെതിരെ സെറ്റായിട്ട് നിന്നപ്പോഴത്തേന് അവരുടെ മെയിൻ ബോളർ ആയിട്ടുള്ള ഷബീന ഇസ്മായിലിനെ കൊണ്ടുവരുന്നു. അവിടെ നോക്കുവാണെങ്കിൽ ഷഫാലി വർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നു, ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ് എടുക്കുന്നു. നോക്കുവാണെങ്കിൽ ബോളിംഗ് റൊട്ടേഷൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ അവർ യൂട്ടിലൈസ് ചെയ്തു അവരുടെ ക്യാപ്റ്റൻ. പിന്നെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് പോകണമെങ്കിൽ ഇന്ത്യയുടെ മോശമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. ഒരു 20 റൺസ് കൂടുതലുണ്ടായിരുന്നു ഇന്ത്യക്ക് ഈ മത്സരം ജയിച്ചു പോകായിരുന്നു. സ്മൃതി മന്ദാന വന്ന് കളിച്ച ഒരു ഷോട്ട് കാണുമായിരുന്നു അവിടെ, ഒരു സ്കൂപ്പ് ഷോട്ട് കളിക്കാൻ പോകുന്നു അവിടെ. അവരുടെ ഒരു പേസ് ഫാക്ടറി ഉള്ളത്, നല്ല സ്പീഡിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളർമാർക്കെതിരെ സ്കൂപ്പ് കളിക്കാൻ പോകുന്നു, വിക്കറ്റ് കൊണ്ട് കളയുന്നു. ഷഫാലി വർമ്മ നോക്കുവാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു. അവിടെ നോക്കുവാണെങ്കിൽ ഷഫാലി വർമ്മയുടെ വിക്കറ്റ് പോയപ്പോഴത്തേന് ഇന്ത്യ തീർന്നു. ഇന്ത്യയുടെ മിഡിൽ ഓർഡർ നോക്കുവാണെങ്കിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നു. ഇന്ന് ഇന്ത്യ കളിച്ചത് ഏകദേശം 35 ഡോട്ട് ബോൾസാണ്. 35 ഡോട്ട് ബോൾസ് കളിച്ചു. 120 ബോളിനകത്ത് 35 ഡോട്ട് ബോൾസ് ആണ് ഇന്ന് കളിച്ചത് ഇന്ത്യ. ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ മിഡിൽ ഓർഡർ ബാറ്റിംഗ് സ്ട്രഗിൾ ചെയ്യുകയാണ്. ഹർമൻ പ്രീത് കൗർ 200ാമത്തെ മത്സരം കളിക്കുക T20-യിൽ.
ഇന്ന് ഇന്ത്യക്ക് വിജയിപ്പിക്കാൻ തരത്തിലുള്ള ഒരു മത്സരം കളിക്കണമായിരുന്നു. ഒരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കണമായിരുന്നു. ഹർമൻപ്രീത് കൗറിന് ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്നും മാച്ചിനെ ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. ജമീമ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യാണ്. 50 ഓവറിനകത്ത് ഒരു ബെറ്റർ പ്ലെയർ ആണ് ജമീമ. പക്ഷെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്ത ഒരു പ്ലെയറാണ്. 14 ബോളിൽ നിന്ന് 12 റൺസ് എടുത്തത്. നോക്കുവാണെങ്കിൽ ഇന്ന് അവിടെ പ്രഷറിലാക്കി ബാക്കിയുള്ള പ്ലേയേഴ്സിനെയും പ്രഷറിലാക്കിയിട്ട് ജമീമ കയറി പോകുന്നതായിട്ട് കണ്ടു. അതുപോലെ യാസ്തിക ബാറ്റിയ കഴിഞ്ഞ കളിയിലും ഉണ്ടായിരുന്നു, ഈ കളിയിലും ഉണ്ടായിരുന്നു. നമ്പർ 3 വന്നത്. മേ ബി ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാർ നേരത്തെ വന്നപ്പോഴത്തേന് ഒരു ലെഫ്റ്റ് ഹാൻഡർ ഇറക്കി വിട്ടതായിരിക്കും. നല്ല ഒരു സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷേ യാസ്തിക ബാറ്റിയയ്ക്ക് നോക്കുവാണെങ്കിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. റണ്ണ ബോൾ മാത്രം കളിച്ചു ടീമിനെ പ്രഷറിലാക്കുന്നു. നല്ലൊരു സ്റ്റാർട്ട് കിട്ടി ഇന്ത്യക്ക്. 6 ഓവറിനകത്ത് 59 റൺസ് ഉണ്ട്. 10 ഓവറിനകത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം 82 റൺസോളം ഉണ്ട്. 3 വിക്കറ്റേ പോയുള്ളൂ. ആ പവർ പ്ലേയിൽ കിട്ടിയ ഒരു സ്റ്റാർട്ട്, ഷഫാലി വർമ്മ കൊടുത്ത ഒരു സ്റ്റാർട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തു. പക്ഷേ ഇന്ത്യക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ ബാറ്റ്സ്മാർ നോക്കുവാണെങ്കിൽ ലൂസായിട്ടുള്ള ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് കൊണ്ട് കൊടുത്തു. സൗത്ത് ആഫ്രിക്ക എടുത്തതാണോ ഇന്ത്യ കൊണ്ട് കൊടുത്തതാണോ എന്നുള്ള ചോദ്യം വരും. മിക്കുള്ള വിക്കറ്റ് പരിശോധിക്കുവാണെങ്കിലും അവിടെ നോക്കുവാണെങ്കിൽ ഇന്ത്യ കൊണ്ട് കൊടുത്തതാണ്. സ്മൃതി മന്ദാനയുടെ വിക്കറ്റ്, ജമീമയുടെ വിക്കറ്റ് ഒക്കെ ഇന്ത്യ നോക്കുവാണെങ്കിൽ കൊണ്ട് കൊടുത്തതാണ്. റിച്ച ഘോഷ് നോക്കുവാണെങ്കിൽ ആ ഒരു ഫിനിഷ് കൊടുക്കാനും കഴിയില്ല. അല്പം കൂടെ മുമ്പേ നോക്കുവാണെങ്കിൽ റിച്ച ഘോഷിനെ ഇന്ത്യ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിരുന്നു. എന്തിനാണ് റിച്ച ഘോഷിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? റിച്ച ഘോഷിനെ കൂട്ടുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയറെ നിങ്ങൾ അല്പം കൂടെ മുമ്പേ പറഞ്ഞു വിടേണ്ടതായിരുന്നു. ഹർമൻബീർ കളിക്കുമ്പോഴത്തേനും റിച്ച ഘോഷ് വരണമായിരുന്നു. ഒരാൾക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിഞ്ഞേനെ, ഒരാൾക്ക് അടിച്ച് കളിക്കാൻ കഴിഞ്ഞേനെ. പിന്നെ മതിയായിരുന്നു ദീപ്തി ശർമ്മയെ കൊണ്ടുവരുന്നത്. നോക്കുവാണെങ്കിൽ ആ ഒരു ബാറ്റിംഗ് പൊസിഷനെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്ലേയേഴ്സ് ആരുണ്ട് ഈ ടീമിനകത്ത്? ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനെ പോയി കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലെയർ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിച്ച ഘോഷാണ്. പക്ഷെ റിച്ച ഘോഷയ്ക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് അവസരം കിട്ടുന്നില്ല. ഇന്ത്യ കയ്യിൽ വെച്ച ഒരു കളിയെ നോക്കുവാണെങ്കിൽ ഇന്ത്യ കൊണ്ട് കൊടുത്തു. ഇന്ത്യയുടെ ഫീൽഡർമാർ കൊണ്ട് കൊടുത്തു, ഇന്ത്യയുടെ ബോളർമാർ കൊണ്ട് കൊടുത്തു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ നോക്കുവാണെങ്കിൽ ബാറ്റിംഗിൽ മോശമായിരുന്നു ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ക്യാപ്റ്റൻസിൽ നോക്കുവാണെങ്കിൽ മോശമായിരുന്നു. ഇന്നത്തെ ടീം സെലക്ഷൻ നോക്കുവാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ എളുപ്പമായി. ഇനിയുള്ള 2 കളി നോക്കുവാണെങ്കിൽ ഒന്ന് ബംഗ്ലാദേശ് ആണെന്ന് തോന്നുന്നു, മറ്റൊന്ന് നെതർലാൻഡ് ആണെന്ന് തോന്നുന്നു. അവർക്ക് ഈസിയായി. ഇന്ത്യക്കാണ് ഇനി പ്രഷർ. ബംഗ്ലാദേശിനെതിരെ ജയിക്കണം. അതുപോലെ തന്നെ ആസ്ട്രേലിയയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ സെമി ഉറപ്പിക്കാൻ കഴിയും. ശ്രീശരണ്യ വന്ന് ഇന്നും ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. 3 വിക്കറ്റ് എടുത്തു ശ്രീശരണ്യ. ഇന്ത്യയുടെ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ്. ക്യാച്ചസ് കൊണ്ട് വിട്ടുകളഞ്ഞ ശ്രീശരണ്യ എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൊണ്ടാവുന്ന വിധത്തിൽ അവർ വന്ന് ബോൾ ചെയ്തതാണ്. 3 വിക്കറ്റ് എടുത്തതാണ്. അടുപ്പിച്ച് 2 വിക്കറ്റ് എടുത്തതാണ്. ബ്രേക്ക് ത്രൂ കൊടുത്തതാണ് കാപ്പിന്റെ. പക്ഷേ യൂട്ടിലൈസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഇന്ത്യ ചോദിച്ചു വാങ്ങിച്ച പരാജയം. സോ ഇനി സെമിയിലോട്ട് കടക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. സോ ഇനി അടുത്ത കളി ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു ബംഗ്ലാദേശിനെതിരെ. സൺഡേ ആണെന്ന് തോന്നുന്നു ആസ്ട്രേലിയക്കെതിരെയുള്ള മത്സരം 28-ാം തീയതി. സോ കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാൻ കഴിയുമോ, അതോ ഇന്ത്യ സെമിയിലോട്ടുള്ള വാതിലിനെ കൊട്ടി അടച്ചോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.